നമുക്കിത് കോട്ടയത്ത് നിന്ന് ഒരു ബലേനോ വന്നിട്ടുണ്ട്. ബേസ് മോഡലായിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ അതിൽ ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്ത് അവസാനിപ്പിച്ചു. ഈ വണ്ടി പോവാൻ നിൽക്കുകയാണ്. ബ്രോ പേര് പറഞ്ഞ ബ്രോ? രാഹുൽ. എവിടെ? കോട്ടയത്ത് എവിടെ? പാലയിലല്ലേ? എങ്ങനെയുണ്ട് വർക്ക് കാര്യങ്ങളൊക്കെ? അടിപൊളി. എങ്ങനെയാ ഇപ്പൊ ഇവിടെ എത്താൻ കാരണം? നമ്മള് യൂട്യൂബിൽ കണ്ടിട്ട് തന്നെ കാണാറുണ്ടോ? അപ്പൊ ഈ ഒരു വണ്ടിയുടെ തുടക്കം തൊട്ട് നമ്മൾ ഫിറ്റ്മെന്റ് കഴിയണ വരെയുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. നമ്മൾ ഡാഷ്ബോർഡിന്റെ ആ ഒരു സ്റ്റീരിയോയുടെ പാനൽ കാര്യങ്ങൾ അയച്ചിട്ട് സ്റ്റീരിയോ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് വർക്കുകൾ ചെയ്യാണ്ട് ബമ്പർ അഴിച്ചേക്കാണ്. ഹോണും ഫോഗ്ലാമ്പിന്റെ വയറിങ്ങും ഫോഗ്ലാമ്പൊക്കെ ഫിറ്റ്മെന്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണ ഹെല്ലയുടെ ടിൻടോൺ സീരീസ് ആ ഒരു ക്രോം ടൈപ്പ് ഹോണാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹൈയും ലോയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഫോഗ്ലാമ്പ് ഇല്ലാത്തൊരു വണ്ടി കൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് വയറിങ് ചെയ്യണം. കമ്പനി വയറിങ് ടച്ച് വരുത്താണ്. ഇതേപോലെ സ്ലീവ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പക്കയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു വർക്കിനാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിലേ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമ്പനി വന്നിട്ടുള്ള ആ ഒരു പാനൽ കണ്ടില്ല, ഇതിൽ 7 ഇഞ്ചും ചെയ്യാം, അതേപോലെ തന്നെ സിംഗിൾ ടിന്നും ചെയ്യാം. കൂടുതൽ ആൻഡ്രോയിഡാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സോണിയുടെ ആമ്പ് വെച്ചിട്ട് നമ്മൾ ജെയലോഡിയുടെ സബ് ബൂഫറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കോഷിൻ്റെ വയറിംഗ് കിറ്റും. അപ്പോൾ ആ ഒരു വർക്കും കൂടി നമുക്ക് ഈ ഒരു വണ്ടിയിൽ ചെയ്യാനായിട്ടുണ്ട്. ഫോഗ്ലാമ്പിൻ്റെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നീറ്റായിട്ട് ചെയ്തു കൊടുത്തു. ഒരു തരത്തിലുള്ള വയറിങ്ങും പുറത്ത് വരണമൊന്നുമില്ല, ഒരഞ്ഞു ബോട്ടലും കാര്യമൊന്നും ഉണ്ടാവില്ല. ഫുള്ള് സ്ലീവ്ഡ് ആയിരിക്കും. DRL ഫോഗ്ലാമ്പിൻ്റെയും അതേപോലെ തന്നെ നമ്മളെ ഹെല്ലയുടെ ഹോണിൻ്റെയും ഫിറ്റ്മെൻറ്റ് കാര്യം കഴിഞ്ഞ് ബമ്പർ കയറ്റിക്കാണ്. ജസ്റ്റ് ഓണൊന്ന് അടിച്ച് കേൾപ്പിക്കാം. കണ്ടില്ലേ, ഇതേപോലെയാണ് വരുന്നത്. ഫോഗ്ലാമ്പ് കണ്ടില്ലേ, നല്ല വൃത്തിയുള്ള ടൈപ്പ് ഫോഗ്ലാമ്പാണ്. ജസ്റ്റ് DRL ഓൺ ചെയ്ത് കാണിക്കാം. ബ്രൈറ്റ്നസ് കുറച്ചാലാണ് നിങ്ങൾക്ക് ഇതിന്റെ ലുക്ക് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഡയറക്റ്റ് കാണുമ്പോൾ അല്ല, മൊബൈൽ ഫോണിൽ എടുക്കുമ്പോഴുള്ള പ്രശ്നം കേട്ടോ. അപ്പോൾ ഇതിൽ DRL മാത്രമല്ല ഇൻഡിക്കേറ്ററും ഉണ്ട്. അത്യാവശ്യം വെട്ടമുള്ള ഒരു ഫോഗ്ലാമ്പും കൂടിയാണ് വന്നിട്ടുള്ളത്. കുഴപ്പമില്ല. ഇതിൽ സ്വിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓയി ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റർ ഇട്ട് ജസ്റ്റ് കാണിച്ചു തരാൻ. കണ്ടില്ലേ, ഇൻഡിക്കേറ്റർ കാണിച്ചു കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് വേറെ ലെവലാണ്. അടിപൊളി തന്നെയാണ്. ഈ ഒരു ടൈപ്പ് റൗണ്ട് ടൈപ്പുള്ള ഫോഗ്ലാമ്പിലൊക്കെ നമുക്കിത് സെറ്റ് ചെയ്യാനും പറ്റും. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു റിഫ്ലക്ടർ ഡമ്മി പീസ് മാറ്റിയിട്ട് റിഫ്ലക്ടർ LED ആക്കിയിട്ടുണ്ട്. ഒരുവിധം എല്ലാ വണ്ടിയിലും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബ്രസ് ആയാലും ഗ്രാൻഡ് വിറ്റാറ ആയാലും അതേപോലെ തന്നെ ഫ്രോൺസ് ആയാലും ബലേനായാലും എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇത് ഓണാക്കുമ്പോൾ ഇതേപോലെ വെൽക്കം ലൈറ്റോട് കൂടി വരും. പിന്നെ പാർക്ക് ലൈറ്റ് ഇടുമ്പോൾ ഒരു ലോ ലൈറ്റിൽ വരിക. ബ്രേക്ക് ലൈറ്റ് ചവിട്ടുമ്പോൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഇത്തിരി ബ്രൈറ്റ്നസ് ആയിട്ട് വരും. പിന്നെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ മാട്രിക്സ് ആയിട്ട് ഓരോ സൈഡിലേക്ക് വരും. അത്യാവശ്യം നല്ല രസമാണ് ഈ ഒരു സാധനം കാണാനായിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പ് സ്റ്റിയറിംഗ് വന്നിട്ടുള്ളത് ബേസ് മോഡലിലൊക്കെ. അപ്പോൾ എല്ലാ ബേസ് മോഡലിലും ഇവിടെ വരുന്ന വണ്ടിയൊക്കെ ടോപ്പ് എൻഡിലെ സ്റ്റിയറിങ്ങിലേക്ക് നമ്മൾ മാറ്റാറുണ്ട്. ഇത് ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ആ ഒരു ബേസ് മോഡലിൻ്റെ സ്റ്റിയറിംഗ് മാറ്റിയിട്ട് ടോപ്പ് എൻഡിൽ ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യയിൽ വരുന്ന വ്യത്യാസം കണ്ടില്ലേ. ഭംഗി മാത്രമല്ല കേട്ടോ, നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാനും പറ്റും. പിന്നെ ഇത് ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. ഇതിന്റെ വർക്കിംഗ് ലാസ്റ്റ് കാണിച്ചു തരാം. GFXന്റെ 5D പ്രീമിയം മാറ്റാണ്. ഒരുവിധം മൂവ്മെന്റ് ഉള്ള എല്ലാ വണ്ടിയുടെ മാറ്റും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ക്ലീനൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മാറ്റ് ഇടാനായിട്ട് പോവാണ്. 5D മാറ്റിലും വെച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള മാറ്റ് തന്നെയാണ് കേട്ടോ. പ്ലാറ്റ്ഫോം കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. അടിപൊളി പ്രൊഡക്റ്റാണ്. നമ്മൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. നല്ല ക്വാളിറ്റി ഉള്ള ആയിട്ടാണ്. ബാക്കൊക്കെ കാണിച്ചു തരാം. കണ്ടില്ലേ, പ്രോപ്പർ ഫിറ്റ്മെൻ്റ് ആണ്. വേറെ നമുക്കൊന്നും ചെയ്യാനായിട്ടില്ല. അത് പ്ലാറ്റ്ഫോം കറക്റ്റായിട്ട് തന്നെയാണ് ആ ഒരു മാറ്റ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഫോഗ്ലാമ്പിൻ്റെ സ്വിച്ച് നമ്മുടെ കമ്പനി ടൈപ്പ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പാർക്ക് ലൈറ്റ് ഓൺ ആക്കുമ്പോൾ അതിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഒരു ബ്ലൂ ഷെയ്ഡുള്ള ലൈറ്റാണ് നമ്മളെ ഫോഗ്ലാമ്പിന് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളെ സ്റ്റിയറിങ്ങിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ അലൈൻമെൻ്റ് ഒന്നും കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അതിൽ മീറ്ററിൽ വാണിംഗ് കാര്യങ്ങളൊക്കെ കത്തും. നമ്മൾ പ്രോപ്പറായിട്ട് ആ ഒരു സ്റ്റീരിയോയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രോഗ്രാം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ലാഗും കൂടാണ്ട് കമ്പനി എങ്ങനെയാണ് ആ ഒരു ഫിറ്റ്മെൻറ്റ് വരുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്റ്റീരിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡൊക്കെ വയർലെസ് ആയിട്ട് വരുന്നതാണ്. നമ്മൾ പാനലും സ്റ്റീരിയും HD ക്യാമറ അടക്കം 10,000 രൂപയ്ക്കാണ് ചെയ്തു കൊടുക്കുന്നത്. ഡിസ്പ്ലേ ക്വാളിറ്റി കണ്ടില്ലേ, അത്യാവശ്യം നല്ല ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് വേറെ തന്നെയാണ്. കിട്ടില്ല സ്റ്റീരിയോ ആണ്. 1 കൊല്ലം റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി കാര്യങ്ങളുണ്ട്. 2GB ഒറിജിനലാണ്. ഇതിൽ തന്നെ ഫേക്കും വരുന്നുണ്ട്. പിന്നെ ഇതിൽ തീം കാര്യങ്ങളൊക്കെ ഇതിൽ ഓൾറെഡി വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് മാറ്റാനൊക്കെ പറ്റും കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ക്യാമറ ഇട്ട് കാണിക്കാം. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയാണ്. നൈറ്റൊക്കെ അടിപൊളി തന്നെ ആയിരിക്കും കേട്ടോ. അതുപോലെ ഇതിൽ ചെയ്തിട്ടുള്ള സ്പീക്കേഴ്സ് നമ്മൾ പയനിയറിൻ്റെ കോവാക്സ് സ്പീക്കേഴ്സ് ആണ് 4 ഡോറിലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ പക്കയായിട്ട് നമ്മൾ ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാനായിട്ട് നല്ലൊരു സോങ് എന്തായാലും നിങ്ങൾ വെച്ച് കേൾപ്പിക്കാം.